ആഗോള അയ്യപ്പ സംഗമത്തിൽ നിലപാട് വ്യക്തമാക്കാൻ UDFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം കോട്ടയത്ത് തുടരുകയാണ്. CPIM വർഗീയതയെ ഊട്ടിയുറപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ യോഗത്തിൽ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ന്യൂനപക്ഷ വർഗീയതയായിരുന്നു, ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയാണ്. UDF 4 വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ല എന്നും VD സതീശൻ പറഞ്ഞു. ഇവിടെ വർഗീയതയെ ഊട്ടി വളർത്തുകയാണ്. വെറുതെയല്ല യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ചത്, സ്റ്റാലിന്റെ പ്രസംഗവും അല്ലെങ്കിൽ വേറെ ആരുടെയല്ല, യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ചതിന്റെ പുറകിലെല്ലാം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയായി, അത് മനസ്സിലായി കാര്യം എന്താണ്. ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയാണ്, മാറി മാറി ഇത് പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വർഗീയത കേരളത്തിൽ BJPയെ പോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷമുണ്ടാക്കി, വെറുപ്പുണ്ടാക്കി. അതിന് കുറെ ആളുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി, തമ്മിൽ ആളുകളെ പറഞ്ഞ് മോശമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെ നമ്മൾ തുറന്നു കാണും. ആർ ശ്രീത് തിരുവനന്തപുരത്തുനിന്നൊപ്പം ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ആദ്യം ആർ ശ്രീത്തിലേക്ക്. ശ്രീത്ത്, സമുദ്രത്തിലെ ശരിദൂരം എന്ന് പറഞ്ഞ് വിശദീകരിച്ച് ഇന്ന് NSS ജനറൽ സെക്രട്ടറി കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളോട് എന്ത് നിലപാട് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഇതിനോടകം G. സുകുമാരൻ നായർ. ഏത് രീതിയിൽ കാണണം ഈ നിലപാടിനെ, ഒപ്പം പ്രതികരണങ്ങളെ? പ്രജിൻ, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പേരിൽ നൽകിയ പിന്തുണ അത് ശരിയാണെന്ന നിലപാട് ആവർത്തിക്കുകയാണ് G. സുകുമാരൻ നായർ ഇന്ന് പ്രതിനിധിസഭാ സമ്മേളനത്തിന് ശേഷം ചെയ്തിരിക്കുന്നത്. താൻ പ്രഖ്യാപിച്ച ആ നിലപാടിന് സമുദായ അംഗങ്ങളുടെ പ്രതിനിധികളുടെ ഉറച്ച പിന്തുണയുണ്ടെന്ന് കൂടിയാണ് G. സുകുമാരൻ നായർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് NSS ഒരു നിലപാട് സ്വീകരിച്ചത്. ആ നിലപാട് ശരിയായിരുന്നു, സമുദായ നേതൃത്വം അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് സുകുമാരൻ നായർ പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ള പ്രഖ്യാപനമാണ്. ഒപ്പം പ്രജിൻ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ പാർട്ടിയോടുള്ള സമീപനം നേരത്തെ സമദൂരമായിരുന്നെങ്കിൽ ആ സമദൂരത്തിലും ഒരു ശരിദൂരം കണ്ടെത്തുന്ന പതിവുണ്ടായിരുന്നു. നേരത്തെ ആ ശരിദൂരം UDFന് അനുകൂലമായിരുന്നെങ്കിൽ ഇപ്പോഴത് LDFന് അനുകൂലമായി മാറുന്നുവെന്ന വ്യാഖ്യാനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ തൻ്റെ നിലപാട് ആവർത്തിക്കുകയാണ് സുകുമാരൻ നായർ ചെയ്യുന്നത്. അതായത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പ്രഖ്യാപിച്ച പിന്തുണ അത് തുടരുന്നു എന്ന സൂചന തന്നെയാണ് കൃത്യമായി ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. പ്രജിൻ, ശരി, ആശ്രയിത്താണ് വിശദാംശങ്ങൾ നൽകിയതിന്. കോട്ടയത്തേക്ക് പോകുന്നു. അവിടെ ഇപ്പോൾ UDFന്റെ വിശദീകരണ യോഗം നടക്കുന്നുണ്ട്. ടോബി, എന്താണ് ഇപ്പോൾ നിലവിൽ ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? VD സതീശൻ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടത്? LDFന്റെ തന്ത്രമാണ് എന്ന രീതിയിൽ തന്നെയാണോ നേതാക്കളുടെ പ്രതികരണങ്ങളും പ്രസംഗവും? പ്രജിൻ, തീർച്ചയായിട്ടും LDFന്റെ തന്ത്രമാണെന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇന്ന് മുന്നോട്ട് പോയത്. അല്പസമയം മുമ്പാണ് UDFന്റെ ആ ഒരു കൺവെൻഷൻ, വിശദീകരണ കൺവെൻഷൻ നടന്നത്. VD സതീശൻ സംസാരിക്കുകയും ചെയ്തു. NSSനെതിരെയുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല എങ്കിലും സർക്കാരിൻ്റെ നിലപാട് മാറ്റത്തെയാണ് പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടിയത്. നേരത്തെ സ്ത്രീ പ്രവേശനത്തിൽ LDF സ്വീകരിച്ച നിലപാടും ഇപ്പോൾ LDF സ്വീകരിക്കുന്ന നിലപാടും എന്താണെന്ന് വ്യക്തമാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സുപ്രീം കോടതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ അഫിഡവിറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിനുശേഷം വന്ന പിണറായി സർക്കാർ എന്താണ് സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് എന്നുള്ളതൊക്കെ പരിശോധിച്ചാൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് സർക്കാർ ഇപ്പം മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു വിമർശനമാണ് VD സതീശൻ ഉന്നയിച്ചത്. എന്തായാലും അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വർഗീയ നിലപാടുകൾ ആര് സ്വീകരിച്ചാലും അവർക്കെതിരെ മുഖം നോക്കാതെ പ്രതികരിക്കുമെന്നുള്ളൊരു നിലപാട് കൂടി VD സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. NSS യാതൊരു ചർച്ചയ്ക്കുമില്ല എന്ന് സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ ചില പ്രതികരണങ്ങൾ ചോദിക്കാൻ നമ്മൾ തയ്യാറായെങ്കിലും അതിനോട് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും നാളെ ആ വിഷയത്തിലൊക്കെ സതീശൻ ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം. അടൂർ പ്രകാശ് എന്ന വേദിയിലുണ്ടായിരുന്നു, UDF കൺവീനറാണ്. അദ്ദേഹം കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ചില ചർച്ചകൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇങ്ങനെ അകന്നു പോകുന്നത് കോൺഗ്രസിന് അത്ര നല്ലതല്ല NSSുമായി. അതുകൊണ്ട് തന്നെ ആ ബന്ധം വീണ്ടും ശക്തമാക്കാനുള്ള നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.